നമസ്കാരം. മലങ്കര സഭയുടെ കേസുകളിൽ രണ്ടാമത്തെ സുപ്രധാന വിധി ആയിരുന്നു 1995 സുപ്രീം കോടതി വിധി. ആ വിധിയോടെ മലങ്കരയിലുള്ള സഭ മാത്രമേ ഉള്ളൂവെന്നും വിഘടിത പ്രവർത്തനത്തിന് വിദൂര സാധ്യതകൾ പോലുമില്ല എന്നുമുള്ള അവസ്ഥ നിലവിൽ വന്നു. 1997 ഫെബ്രുവരി മാസം 26-ന് പരിശുദ്ധ സാഖാ പ്രഥമൻ പാത്രിയാർക്കീസ് ബാവ പാത്രിയാർക്കീസ് കക്ഷികളോട് 1934 മലങ്കര സഭാ ഭരണഘടന അനുസരിച്ചും അംഗീകരിച്ചും മുന്നോട്ട് പ്രവർത്തിക്കാൻ കൽപ്പന അയച്ചു. പിന്നീട് അന്നത്തെ യാക്കോബായ മെത്രാൻമാർ ഈ ഭരണഘടന അംഗീകരിക്കുന്നതായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. തോമസ് മാർ ദിവന്യാസിയോസ്, എബ്രഹാം മാർ സോവേറിയോസ്, യൂഹാനോൻ മാർ ഫിലക്സിനോസ്, ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ്, ഡോക്ടർ യൂഹന്നാൻ മാർ മിലിത്തിയോസ്, സഖറിയാസ് മാർ നിക്കോളോവാസ് എന്നിവരാണ് സത്യവാങ്മൂലം നൽകിയ ബാവ കക്ഷി മെത്രാപ്പൊലീത്തന്മാർ. ഈ സമയം കോട്ടയം ഭദ്രാസനത്തിന്റെ പെരുമ്പിള്ളി തിരുമേനി കാലം ചെയ്തതിനാൽ പുതിയതായി അവിടെ വാഴിക്കപ്പെട്ട തോമസ് മാർ തിമോത്തിയോസ് ഇടവക പള്ളികൾ സ്വതന്ത്രമാണ് എന്നൊരു പോയിന്റ് ഉണ്ടെന്ന് അന്നത്തെ യാക്കോബായ മെത്രാന്മാരോട് പറയുകയും അപ്രകാരം നിന്നാൽ ഏറിയാൽ 15-20 വർഷത്തിനുള്ളിൽ തന്നെ നിലനിൽപ്പില്ലാതെ ആകുമെന്ന് മറുവാദം ഉണ്ടാവുകയും ചെയ്തു. അതിനാൽ മലങ്കര അസോസിയേഷനിൽ അംഗീകാരം നേടിയ ഒന്നായ മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് സഭയുടെ ഭാവിക്ക് നല്ലത് എന്ന് ഭൂരിപക്ഷ അഭിപ്രായം വരികയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു. 1997 ഹൈക്കോടതി വിധിയോടെ സ്റ്റാറ്റസ് കോ ലഭിച്ച യാക്കോബായ മെത്രാൻമാർ പിന്നീട് ഒന്നായ മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങി. ഓർത്തഡോക്സ് സഭയുമായി പല സമാധാന ചർച്ചകളും നടന്നു. തൃശൂർ ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ മിലിത്തിയോസ് തിരുമേനിയെ കൽപ്പന മൂലം പാത്രിയാർക്കീസ് അതിനു ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്നൊക്കെയും സമാധാനം എന്നാൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള യോജിപ്പ് എന്ന് മാത്രമായിരുന്നു നേതൃത്വം ചിന്തിച്ചിരുന്നത്. അല്ലാതെ ഒരു വേർപിരിയൽ അവരാരും അന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ഈ കൽപ്പനയിലൊക്കെ വ്യക്തമാണ്. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ 1999 ജൂൺ 7-നുള്ള കൽപ്പനയും അതിനു മുൻപ് 1998 ഡിസംബർ 14-നും 17-നും അയച്ച 2 കൽപ്പനകളെ കുറിച്ചും പരാമർശിക്കുകയും തൃപ്തികരമായ മറുപടികൾ കിട്ടാഞ്ഞതിലും ബാവയെ അറിയിക്കാതെ പല തീരുമാനങ്ങളും എടുക്കുന്നതിലും തന്റെ പരിഭവം മറച്ചുവെക്കാതെ തുറന്നെഴുതുകയും ചെയ്യുന്നു. തീരുമാനങ്ങൾ എടുത്തിട്ട് ഒപ്പിടാൻ മാത്രമുള്ള ആളായി തന്നെ കാണുന്നു എന്ന് പോലും പാത്രിയാർക്കീസ് പരാതി പറയുന്നു. അനേക തവണ ദേവലോക മരമന കയറിയിറങ്ങിയ യാക്കോബായ സുന്നഹദോസ് സെക്രട്ടറി ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും സഭയുടെ ഐക്യത്തിനാണ് ശ്രമിച്ചത്. ഇതിനിടയിൽ പെരുമ്പള്ളി തിരുമേനി പെട്ടെന്ന് രോഗാതുരനാവുകയും ശയ്യാലംബനാവുകയും ചെയ്തു. 1999 ഫെബ്രുവരി 22-ന് കാലം ചെയ്യുകയും ചെയ്തു. അന്നു മുതൽ തോമസ് മാർ ദിവന്യാസിയോസിന്റെ കയ്യിൽ യാക്കോബായ വിഭാഗത്തിന്റെ കടിഞ്ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യത്തിലെത്തുകയും പാത്രിയാർക്കീസിനെ പോലും അറിയിക്കാതെ പല തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും സഭയെ വിഭജിക്കാനുള്ള അജണ്ടയിലേക്ക് സാവധാനം നീങ്ങുകയും ചെയ്തു. അന്ന് വരെ ഇരു കക്ഷികളിലേക്കും ചിന്തകളിൽ പോലും ഇല്ലാതിരുന്ന ഒരു സംഗതിയാണ് സഭയുടെ വിഭജനം എന്ന നൂതനാശയം. അടുത്ത കത്തോലിക്ക ആവാനുള്ള ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം നീങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് മുന്നേ മനസ്സിലാക്കിയ പാത്രിയാർക്കീസ് ബാവ അതിനു കടിഞ്ഞാണിടുന്നതായാണ് മേൽപ്പറഞ്ഞ കൽപ്പന. സഖാപ്രഥമൻ ബാവ പരിശുദ്ധ സഭ ശരിക്കും ഒന്നാകണമെന്നാണ് ആഗ്രഹിച്ചത്. അതിന്റെ ഒരുപാട് തെളിവുകൾ ആ കൽപ്പനയിൽ കാണാം.